ഹായ് എവരി വൺ. 2025 +2 CBSE ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുടെ അടുത്താണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. നമ്മൾ സയൻസും മാത്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ നമ്മളെ കാത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IITകളും NITകളും കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ IITകളും NITകളും ഒക്കെ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ കടമ്പകൾ കടക്കാനുണ്ട്. അതിൻ്റെ പേരാണ് JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ് എക്സാം. ഇപ്പോൾ JEE മെയിനും JEE അഡ്വാൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയല്ല, ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നീറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് അറ്റംപ്റ്റുകൾ ഈ JEE മെയിനും JEE അഡ്വാൻസിനും ഇല്ല. +2 എഴുതുന്ന വർഷവും പിന്നത്തെ വർഷവും മാത്രമേ നമുക്ക് JEE അഡ്വാൻസ് എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ JEE മെയിൻ എഴുതാൻ പിന്നീട് ഒരു ചാൻസും കൂടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റി മാത്രമുള്ള ഒരു പരീക്ഷകളാണ് JEE മെയിനും JEE അഡ്വാൻസ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ +2ൻ്റെ കൂടെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു സ്കോറ് കരസ്ഥമാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആൻഡ് അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്നറിയോ, ഈ JEE മെയിൻ പരീക്ഷ അല്ലെങ്കിൽ JEE അഡ്വാൻസ് പരീക്ഷയുടെ ഒക്കെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ +2ലും +1ലും പഠിക്കുന്ന CBSE സിലബസ് അല്ലെങ്കിൽ NCERT സിലബസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ CBSEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ +1 മുഴുവൻ വേസ്റ്റ് ആയി പോയല്ലോ, ഞാൻ +1 ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ കൂടിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ബോർഡ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് JEEക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ JEE മെയിനും JEE അഡ്വാൻസും ഒക്കെ വളരെ ലോ സ്കോറിങ് പരീക്ഷ. 300 നടക്കുന്ന JEE മെയിനിൽ നമ്മളൊരു 150 to 200 റേഞ്ചിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വളരെ നല്ല റാങ്ക് കിട്ടുകയും ഏറ്റവും മികച്ച ഒരു NITയിൽ നമുക്ക് സീറ്റ് കൺഫേം ചെയ്യാൻ കൂടി പറ്റും. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് +2ൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് എന്ന ബാച്ചിലേക്കാണ് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൊക്കെ തരുന്ന ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി സൈലത്തിൻ്റെ JEE ടീമിൻ്റെ ഒപ്പം ഡെയിലി ലൈവ് ക്ലാസ്സുകൾ വെച്ച് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിതിൽ തരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം, സൈലത്തിൻ്റെ ആപ്പിലേക്കുള്ള ആക്സസ്, ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസുകളും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്പർച്യൂണിറ്റിയും അതേപോലെ പ്രീ റെക്കോർഡഡ് പേൾ വീഡിയോസും ഒക്കെ ഉണ്ടാവും. ഇതിന് പുറമെ ഗ്രാൻഡ് ടെസ്റ്റുകളും, പിന്നെ നിങ്ങൾക്കറിയാം ഈ JEE എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളൊപ്പം കോമ്പീറ്റ് ചെയ്താൽ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൈലം നടത്തുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ കൂടെ നിങ്ങളുടെ ആക്ച്വൽ പൊസിഷൻ എവിടെയെന്ന് അറിയാനും അതേപോലെ തന്നെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമാകാനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ കൂടെ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ മെൻറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ് സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ +1 +2 പോർഷൻസ് മുഴുവനും ഈ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അതിനുള്ളൊരു പ്ലാനും കൂടി നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മാർച്ചിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഏപ്രിലും മെയിലും നിങ്ങൾക്ക് സ്കൂളിൽ ലോഡ് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാസ്സുകൾ നടത്തി നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പോർഷൻസ് മുന്നോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഒക്ടോബർ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ JEEൻ്റെ പോർഷൻസ് തീർത്തിട്ടുണ്ടാവും. ജനുവരിയിലാണ് നമ്മളെ JEE മെയിൻ്റെ ആദ്യത്തെ സെഷൻ വരുന്നത്. അപ്പോൾ ജനുവരിയിലെ JEEയുടെ ആദ്യത്തെ സെഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരുക്കും. അപ്പോൾ ഒക്ടോബറിലെ പോർഷൻ കഴിഞ്ഞാൽ നമ്മൾ നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, +1ഉം +2ഉം റിവിഷൻ ചെയ്യാനുള്ളൊരു ചാൻസ് കൂടിയുണ്ട്. അതിനുശേഷം ജനുവരി JEE മെയിൻ പരീക്ഷയ്ക്ക് നമ്മൾ പോകുന്നു. ആ JEE മെയിൻ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡ് എക്സാമിന് റിവിഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ബോർഡ് എക്സാം മാർച്ചിൽ വരും, അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് തൊട്ട് മാർച്ച് വരെ ബോർഡ് എക്സാം വരികയും മാർച്ച് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമ്മുടെ JEE മെയിൻ്റെ സെക്കൻഡ് ഫേസ് വരും. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ JEE അഡ്വാൻസിനോ അല്ലെങ്കിൽ കീമിനോ വേണ്ടിയുള്ള സ്പെസിഫിക് പ്രിപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാനുള്ള സമയം കൂടിയുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ബാച്ചിൻ്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയും അതുപോലെ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, +1 പോർഷൻസും റിവിഷൻ ചെയ്യാൻ പറ്റും, +2 പോർഷൻസും പഠിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. എൻട്രൻസ് പരീക്ഷകൾ, നമ്മൾ അവസാനത്തെ എൻട്രൻസ് പരീക്ഷ എന്താണോ അതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിൻ്റെ ഭാഗമാവണം. കാരണം അത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അടിപൊളി ക്ലാസ്സുകൾ, ഡെയിലി ക്ലാസ്സുകൾ, പുറമെ ആപ്പിലുള്ള റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് റെഫർ ചെയ്യാനുള്ള ലൈബ്രറിയും
അതേപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളും മെൻറ്റർഷിപ്പും ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽസും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് തന്നെയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണുള്ളത്. നല്ല മാർക്കുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് സ്കോളർഷിപ്പ് ഉൾപ്പെടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിക്കുക.